ഹായ് ഹലോ എവ്രിവൺ FIUGP MDC മാത്സിലെ മൊഡ്യൂൾ 3 പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ കോസ്റ്റ് പ്രൈസ് CP എന്താണെന്ന് നോക്കാം. CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്ന ആ ഒരു കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, CP എന്ന് പറയുന്നത്. ഇനി അത് വിൽക്കുന്ന വിലയാണ് എന്ത്, SP അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റ് എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച വിലയിനേക്കാൾ അല്ലെങ്കിൽ അത് നിർമ്മിച്ച വിലയിനേക്കാൾ കൂടുതൽ വിലയിൽ നമുക്ക് അത് വിൽക്കാൻ സാധിച്ചാൽ അവിടെ എന്തുണ്ടാവുന്നു, പ്രോഫിറ്റ് ഉണ്ടാവുന്നു. അതാണ് SP ഗ്രേറ്റർ ദാൻ CP. പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനാണ് SP മൈനസ് CP. ലോസ് ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, SP ലെസ് ദാൻ CP ആയിരിക്കും. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ CP മൈനസ് SP ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരാൾ 300 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ട് 900 രൂപയ്ക്ക് അത് വിറ്റു. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് കൂടുതലാണ്, SP കൂടുതലായതുകൊണ്ട് തന്നെ അതെന്താണ്, പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ ചെയ്ത് നോക്കുക. SP മൈനസ് CP, 900 മൈനസ് 300 എന്ത് കിട്ടും, 600 എന്ന് കിട്ടും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ രാമൻ ഒരു കാറ് പർച്ചേസ് ചെയ്തു. എത്ര രൂപയ്ക്കാണ്, 5 ലാഖിനാണ് അത് പർച്ചേസ് ചെയ്തത്. ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ 4 ലാഖ്, 4 ലക്ഷം രൂപയ്ക്കാണ് അത് വിറ്റത്. അപ്പോൾ അവിടെ എന്തായിട്ടുണ്ട്, ലോസ് ആയിട്ടില്ലേ, സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ ലോസ് ആണ് കാണേണ്ടത്, CP മൈനസ് SP. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 1 ലാഖ് എന്ന് കിട്ടും. ഇനി കുറച്ച് ബേസിക് ഫോർമുലാസ് പറയുന്നുണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100%. ലോസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോസ് ബൈ CP ഇൻറ്റു 100%. ഇനി SP ഈസ് ഈക്വൽ ടു 100 പ്ലസ് ഗെയിൻ പെർസെൻറ്റേജ് ഹോൾ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു CP. SP ഈസ് ഈക്വൽ ടു പിന്നെ പറയുന്നത് 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു CP. അതായത് അതുപോലെ തന്നെയാണ് ഇനി എന്ത് പറയുന്നത്, CPൻ്റെ ഒക്കെ പറയുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഒരാൾ 50 രൂപയ്ക്ക് ഒരു ടോയ് വാങ്ങി 75 രൂപയ്ക്ക് അത് വിറ്റു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം SP ഗ്രേറ്റർ ദാൻ CP ആണല്ലോ ഇവിടെ പ്രോഫിറ്റ് കാണാൻ. അപ്പോൾ നമുക്കറിയാം 75 മൈനസ് 50 ചെയ്താൽ മതി, 25 ആണ് ആൻസർ വരിക. ഗെയിൻ പെർസെൻറ്റേജ് കാണാൻ പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ചെയ്താൽ മതി. ചെയ്ത് കഴിയുമ്പോൾ 50% എന്ന ആൻസർ കിട്ടും. ഇനി നമ്മൾ പഠിച്ച ബേസിക് ഫോർമുലാസ് വെച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഒരു ടേബിൾ വാങ്ങിച്ചിട്ടുണ്ട് 1500 രൂപയ്ക്ക്. ആൻഡ് അത് വിറ്റത് 6% നഷ്ടത്തിലാണ്. ലോസ് ഓഫ് 6%ലാണ് അത് വിറ്റത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, CP തന്നിട്ടുണ്ട്, 1500 ആണ് തന്നിട്ടുണ്ട്. ലോസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, 6% ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ SP കണ്ടുകൂടെ, SP ഈസ് ഈക്വൽ ടു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു CP ചെയ്താൽ മതി. നമുക്ക് ആൻസർ എന്ത് വരും, 1410 വരും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 1440 രൂപയ്ക്ക് ഒരാളൊരു വാച്ച് വാങ്ങി. അയാളത് വിറ്റത് 10% നഷ്ടത്തിലാണ്. ഇനി അത് 10% ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ട് അയാൾ എത്ര രൂപയ്ക്കാണ് അത് വിൽക്കേണ്ടതെന്നാണ് ചോദ്യം. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, SP തന്നിട്ടുണ്ട് 1440 ആണ്. ലോസ് പെർസെൻറ്റേജ് നമുക്കറിയാം 10% ആണ്. നമ്മൾ CP കാണുക. ആദ്യം നമ്മൾ എന്ത് കാണണം, CP കാണണം. CP കാണാനുള്ള ഇക്വേഷൻ 100 ബൈ 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഇൻറ്റു SP ആണ്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1600 എന്ന് കിട്ടും. CP എന്താണെന്ന് കിട്ടി, 1600 ആണെന്ന് കിട്ടി. നമുക്കറിയാം നമുക്ക് ശരിക്കും എന്താ കാണേണ്ടത്, ടു ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ടു ഗെയിൻ 10% ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഗെയിൻ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ചെയ്യുക. പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ചെയ്ത് കഴിയുമ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 160 എന്ന് നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടിയത്, അവിടുത്തെ ഗെയിൻ പെർസെൻറ്റേജ് നമുക്കറിയാം 10 ആണെന്ന്. അങ്ങനെയാണ് ചെയ്ത് വന്ന് പ്രോഫിറ്റ് 160 എന്ന് കിട്ടി. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു SP മൈനസ് CP ആണ്. CP നമുക്കറിയാം 1600 ആണ്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് SP കാണുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1716. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ 3072 രൂപയ്ക്ക് ഒരു റേഡിയോ വിറ്റു. 20% നഷ്ടത്തിലാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ 4080 രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് എത്രത്തോളം ഗെയിൻ പെർസെൻറ്റേജ് കിട്ടും, എന്തായിരിക്കും അവിടുത്തെ ഗെയിൻ പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്, SP തന്നിട്ടുണ്ട്, ലോസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CP കാണാം. CP ഈസ് ഈക്വൽ ടു 3840 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഗെയിൻ പെർസെൻറ്റേജ് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഇക്വേഷനിൽ പ്രോഫിറ്റ് ഉണ്ട്. അത് പ്രോഫിറ്റ് ആദ്യം കാണണം. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്,
240 ആണെന്ന് കിട്ടി SP മൈനസ് CP ചെയ്തപ്പോൾ. പിന്നെ ഗെയിൻ പെർസെൻറ്റേജ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.25% എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വെൻഡർ 1 രൂപയ്ക്ക് 10 ആപ്പിൾസ് വിറ്റു. അത് 40% ലാഭത്തോടെയാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 1 രൂപയ്ക്ക് എത്ര ആപ്പിൾ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ചോദ്യം. ഇവിടെ SP ഓഫ് 10 ആപ്പിൾസ് എന്ന് പറയുന്നത് 1 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, നമുക്കറിയാം. പിന്നെ ഗെയിൻ പെർസെൻറ്റേജ് 40% ആണ്. അങ്ങനെയാണെങ്കിൽ CP കാണാം. CP കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5/7 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി അയാൾ 10 ആപ്പിൾ വാങ്ങിച്ചത് 5/7 റുപ്പീസിനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആപ്പിളിൻ്റെ വില എന്തായിരിക്കും? ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്നതായിരിക്കും. 5/7 ഡിവൈഡ് ബൈ 10 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/70 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ആപ്പിളിന് എത്രയാണെന്ന് മനസ്സിലായി. പക്ഷേ അയാൾ എത്ര ആപ്പിൾ വാങ്ങിയെന്ന് മനസ്സിലായിട്ടില്ല. അത് എന്ത് ചെയ്താൽ മതി? 5/70 ഇൻറ്റു x ഈസ് ഈക്വൽ ടു 1 എന്ന് ചെയ്താൽ മതി. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? x ഈസ് ഈക്വൽ ടു 14 എന്ന് കിട്ടും. അതായത് അയാൾ വാങ്ങിച്ച ആപ്പിൾസ് എത്ര എണ്ണമുണ്ട്? 14 ആപ്പിൾസാണ് അയാൾ വാങ്ങിച്ചത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.